ഹലോ, എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ്. അതായത് കിലാഞ്ചി ഫാലും. അപ്പോൾ ഇത് സാധാരണ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. അവിടെ വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. ഇത് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ്, അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊന്നും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഈ പച്ചരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി കാണരുത്. അങ്ങനെ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവിലോട്ട് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഈ മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ നമുക്കൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചൊന്നും എടുത്തിട്ടില്ല, അത്ര നൈസായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഒട്ടും കട്ടി കാണരുത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് മാവ് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇതേപോലെ നല്ല ലൂസായി എടുക്കണം. അങ്ങനെ ഞാൻ മാവ് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു കടായോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കടായിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ കടായിലോട്ട് കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലൊട്ടും കട്ടി വരാത്ത രീതിയിൽ വേണം ഇത് നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കാൻ. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കടായിയുടെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ മടക്കിയതിന് ശേഷം നമുക്കിതൊരു ചട്ടും കൊണ്ട് പതുക്കെ ഇങ്ങെടുത്ത് മാറ്റിയാൽ മതി. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമ്മൾ ഇതേപോലെ ഒഴിച്ച് ഓരോ കിലാഞ്ചിയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ തവണയും മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മാവ് നല്ലതുപോലെ കലക്കിയിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഞാൻ ഇവിടെ രണ്ടാമത്തെ കിലാഞ്ചിയും ഇതേപോലെ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ലക്ഷദ്വീപുകാർ ഇതുണ്ടാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ. അപ്പോൾ ഉരുളിയിൽ തീരെ നൈസാക്കി അവരുണ്ടാക്കിയെടുക്കും. അപ്പോൾ കടായിൽ വേണമെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉരുളി ഉള്ളവർക്ക് അതിലുണ്ടാക്കാം. പിന്നെ എൻ്റെ ഉരുളി ഉണ്ട്, എന്നാലും കടായിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിലങ്ങ് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കിലാഞ്ചി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ കഴിക്കാൻ വേണ്ടി നമുക്കൊരു പാലും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ച് മാറ്റാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ച് ഇത് നന്നായിട്ട് ഇതിൻ്റെ പാല് മൊത്തം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് പാല് മൊത്തം മാറ്റണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ പാല് മൊത്തം കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മൊത്തമുള്ള തേങ്ങാപ്പാലെല്ലാം കൂടെ അങ്ങ് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര കുറച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് ഇടാൻ പോകുന്നത്. പിന്നെ നമുക്ക് പൂവമ്പഴമോ ചെറുപഴമോ അങ്ങനത്തെ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോബസ്റ്റ പഴം ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തേങ്ങാപ്പാലും ശർക്കര ഉരുക്കിയതും പിന്നെ പഴമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് വരും. പിന്നെ ഇതിൽ ഒത്തിരി ടേസ്റ്റ് വരാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് 2-3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലവർ ചേർക്കാറില്ല. അപ്പം ഞാൻ കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരും, അടിപൊളിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഒരു പാല് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല കിലാഞ്ചി പാല് റെഡിയാക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് കഴിക്കാനുള്ളത് കേട്ടോ. പ്ലേറ്റിലോട്ട് ഒരു കിലാഞ്ചി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലും പഴവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പാലും ഈ പഴവും കൂടെ എടുത്ത് ആ കിലാഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം.
നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയാണ്, നമുക്ക് എത്രയാണോ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.